പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന പ്രിയപിതാവാൻ ദൈവമേ, അവിടുത്തെ മക്കളാ ഞങ്ങൾ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് ഈ സന്ധ്യാവേള ഞങ്ങൾക്ക് തന്നു കൊടുത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുക. അവിടുത്തെ വചനത്തിൽ നിന്നുള്ള ആഴമേറിയ സത്യങ്ങൾ കർത്താവേ, അവ എല്ലാ ഹൃദയങ്ങളെയും ആഴമായി സ്പർശിക്കുന്നതായിട്ട് സ്തോത്രം. സർവജ്ഞാനിയായ ദൈവം തന്നിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്ന് ദൈവവചനം പറയുമ്പോൾ കർത്താവേ, ആത്മാവിൻ്റെ നിറവിലും ശക്തിയിലും സൂക്ഷിപ്പാനുള്ള കൃപ അവിടുന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകണം. മത്സ്യയുടെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഒരു പ്രത്യേക പരമ്പര ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് അത് ആധാരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ ആരംഭഭാഗം. നിങ്ങളിൽ ജ്ഞാനി ആർ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രോതാക്കളായിട്ടുള്ള ഏവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് വചനശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ ജ്ഞാനി ആര് എന്നുള്ളതായുള്ള ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാണാൻ കഴിയാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ജ്ഞാനിയും വിവേകിയായും ആർ എന്നുള്ള ഒരു ചോദ്യം അവിടെ കാണുവാൻ കഴിയും. ആ ചോദ്യത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു പരമ്പരയാണ് ആരംഭിപ്പാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ജ്ഞാനി ആര്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി അഥവാ ക്രിസ്തു ഉള്ളവനാണ് അതെ ജ്ഞാനി എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തു ഉള്ളവൻ ജ്ഞാനിയാണെന്ന് പറയാനുള്ള കാരണം? അത് മറ്റൊന്നുമല്ല. അതിന് 2 കാരണങ്ങൾ പ്രത്യേകമായിട്ട് ഓർപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണെന്ന് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന ക്രിസ്തു എന്നാണ്. ദ പവർ ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ആൻഡ് വിസ്ഡം ഓഫ് ഗോഡ്. അത് മാത്രമല്ല, ആ 1 കൊരിന്ത്യർ 1-ന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ നമുക്ക്, യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനം എന്ന് അവിടെ പറഞ്ഞിരിക്കാനാൻ കഴിയും. അപ്പോൾ ദൈവം നമുക്ക് നൽകിയതായുള്ള ജ്ഞാനമായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഓർപ്പിക്കട്ടെ. അതുമാത്രമല്ല, കൊലോസ്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അതെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഇൻ ഹിം ആർ ഹിഡൻ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അപ്പോൾ കർത്താവ് ആരാണ്? സർവജ്ഞാനി എന്നുള്ളതായില്ല, വ്യക്തമായുള്ള അതേ സത്യമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അവനിൽ സർവജ്ഞാനവും അവനെല്ലാം അതെ നിക്ഷേപം ഗുപ്തമായിരിക്കുന്നു എന്നുള്ള വ്യക്തമായി പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ജ്ഞാനിയാണെന്ന് പറയാൻ കാരണം ക്രിസ്തു ജ്ഞാനമാണ്, അവൻ സർവജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിനെ ഏതൊരു വ്യക്തി സ്വീകരിക്കുമോ അവൻ ജ്ഞാനിയാണെന്നുള്ളത് വളരെ വ്യക്തമായുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ അങ്ങനെയുള്ള വ്യക്തി ജ്ഞാനിയാണെന്ന് പറയുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്നതായുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, അതിൻ്റെ പെരുമഴ അതെ നമ്മൾ കാണുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ജ്ഞാനത്തിൽ കൂടെ അതെ ക്രിസ്തുവിനെ നാം സ്വീകരിക്കൂടെ നമുക്ക് ലഭിക്കുന്നതായുള്ള അതെ അനുഗ്രഹങ്ങളുടേതായുള്ള അതെ ആ അനുഗ്രഹങ്ങളുടേതായുള്ള പെരുമഴ നമ്മൾ കാണുമ്പോൾ അതെ തീർച്ചയായിട്ടും അതെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ജ്ഞാനിയാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. എന്താ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ലഭിക്കുന്നത് ബ്ലെസ്സിങ്സ്? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ഒരു ക്രിസ്മസ് സീസൺ കൂടെ അതെ സമാഗതമായിരിക്കുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ഇവിടെ വന്നത് പാപികളെ രക്ഷിപ്പാനായിട്ടെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ അതെ നമുക്ക് കാണാൻ കഴിയുന്നു
അതെ, 1 തിമോഥെയോസ് 1-ാം വാക്യം എടുക്കുമ്പോൾ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഇന്ന് ക്രിസ്തുമസ് അതെ ആഘോഷവൽക്കരിക്കപ്പെട്ടിരിക്കുക. ക്രിസ്തുമസ് ഇന്ന് വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുക. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതെ ആഘോഷങ്ങളുടേതായുള്ള പരിവേഷമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എവിടെ നോക്കിയാലും അതെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്റ്റാറുണ്ട്, അതുപോലെയുള്ള മറ്റ് അലങ്കാരങ്ങളും അതെ വളരെ മനോഹരമായുള്ള ലൈറ്റുകളും ഒക്കെ ഇട്ടുള്ളതായുള്ള അതെ ആഘോഷം നമുക്ക് കാണാൻ കഴിയും. അവിടെയും ഇവിടെയും ഒക്കെ പാട്ടുകൾ പാടി അതെ സ്ട്രീറ്റിലൊക്കെ അതെ ഡാൻസ് ചെയ്തുകൊണ്ട് ആളുകൾ നീങ്ങുകയാണ്. കടകളൊക്കെ അലങ്കാരം കൊണ്ട് അതെ ക്രിസ്മസ് വിളക്കുകൊണ്ടും അതുപോലുള്ള നല്ല ദീപങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. പുറമേയുള്ളതായുള്ള അലങ്കാരങ്ങൾ അതെ നമുക്കുണ്ട്. അതാണ് അതെ ഞാൻ ഓർപ്പിക്കട്ടെ, ആഘോഷവൽക്കരിക്കപ്പെടുന്നു, ആഘോഷങ്ങളുണ്ട് അതെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശത്തോട് താതാത്മ്യപ്പെടുവാൻ അവർ കഴിയാതിരിക്കുന്നതായുള്ള ഒരു സമൂഹത്തെയാണ് ഇന്ന് മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതല്ല യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശമെന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉദ്ദേശത്തോട് താതാത്മ്യപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പാപത്തെക്കുറിച്ച് അനുഭവിച്ചേറ്റു പറഞ്ഞ് രക്ഷിതാവും അതെ കർത്താവുമായി സ്വീകരിക്കുന്നതായുള്ള ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതായുള്ള ബ്ലെസ്സിങ്സ് അതെ അനുഗ്രഹങ്ങൾ വളരെയധികമാണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. പാപത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ഓർപ്പാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെ പാപത്തിൻ്റെ ക്ഷമ യേശുക്രിസ്തുവിലാണ് നമുക്കുള്ളത്. അതാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നു, അവനിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോർഗിവ്നെസ് ഓഫ് സിൻസ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഞാൻ ഓർപ്പിക്കട്ടെ, അതെ പാപത്തിൻ്റെ ക്ഷമ യേശുക്രിസ്തുവിലാണ് ലഭിക്കുന്നത്. അത് മറ്റൊരിടത്തും അതേ ദൈവം അതേ പാപം ക്ഷമിക്കുന്നതിനായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിലാണ് പാപത്തിൻ്റെ ക്ഷമ. അങ്ങനെയെങ്കിൽ പാപികളായി നാം അതേ പ്രിയപ്പെട്ടവരെ അതെ യാതൊരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നിരിക്കുന്നുവെന്ന് സർവജ്ഞാനിയായ ദൈവം വളരെ വ്യക്തമായി പറയുമ്പോൾ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം പറയുന്നു സകല മനുഷ്യരും പാപികളാണ്. അങ്ങനെ അതെ സകല മനുഷ്യരും പാപികളാണെങ്കിൽ ആ പാപികൾ കർത്താവായ യേശുക്രിസ്തുവിൽ വന്നെങ്കിൽ മാത്രമേ അവൻ പാപത്തിൻ്റെ ക്ഷമ ലഭിക്കുകയുള്ളൂ. നമ്മൾ ഓർക്കണം. മാത്രമല്ല പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പാപം നമ്മുടെ സകല അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് യെശയ്യാ 59:2 കാണാം. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അതെ അകറ്റിയിരിക്കുന്നു പറഞ്ഞിരിക്കുക. അത് കൊലോസ്യർ 1-ാം വാക്യം പറയുന്നുണ്ട്. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന് അകന്നു പോയതല്ല, നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ്. കാരണം അവിടെ ദുഷ്പ്രവൃത്തികളാൽ അതെ മനസ്സുകൊണ്ട് അകന്നു വരുന്ന ശത്രുക്കളുമായ നിങ്ങളെ അവൻ തൻ്റെ മരണത്താൽ നിരപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഓർക്കണം, അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടതായുള്ള മനുഷ്യൻ, പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണെന്ന് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ആ ദൈവിക കൂട്ടായ്മയിലേക്ക് തുടർന്ന് നമ്മളെ കരം പിടിച്ച് ഉയർത്തുവാനാണ് യേശുവിനെ അയച്ചതുകൊണ്ട്. ആ കർത്താവ് പറയുന്നത് എന്താണ്? യോഹന്നാൻ 14-ാം വാക്യത്തിൽ യേശു വളരെ അസന്നിഗ്ധമായി അതെ പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പം നമ്മൾ ഓർക്കണം, എന്താ നമ്മൾ ഓർക്കേണ്ടത്? അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് വരുന്നതായുള്ള ഒരു വ്യക്തി അവനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നതല്ല ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും നഷ്ടപ്പെട്ട ദൈവിക കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, അതേ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതായി സ്വീകരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതായുള്ള ദൈവിക കൂട്ടായ്മ വീണ്ടും ലഭിക്കുകയാണ്. അതെത്ര ശ്രേഷ്ഠമായുള്ള അനുഭവമാണ് എന്ന് നമ്മൾ ഓർക്കണം. ക്രിസ്തുവിൽ കൂടെ മാത്രമേ ആ കൂട്ടായ്മ നമുക്ക് ലഭിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതേ പാപത്തിൻ്റെ ശുദ്ധീകരണം യേശുക്രിസ്തുവിലാണ്. അതാണ് 1 യോഹന്നാൻ 1-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തിൻ്റെ കറ അതെ കഴുകിക്കളവാൻ യേശുവിൻ്റെ രക്തമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെതായുള്ള അതെ ആ കറയെല്ലാം നീക്കിക്കളവാൻ
കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്നവനാണ് ജ്ഞാനിയെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുമാത്രമല്ല, അതെ, പാപത്തിൽ നിന്നുള്ള വിടുതൽ തന്ന് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവാണ് അതേ പാപത്തിൽ നിന്നുള്ള വിടുതലെന്ന്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് അതേ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. പാപത്തിൻ്റെ ചങ്ങലെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകുന്ന യേശു കർത്താവ് അത് എത്ര ശ്രേഷ്ഠമാണ്. ഈ ലോകത്തിൽ ഏതെല്ലാം അടിമത്വത്തിലുള്ള വിടുതൽ ലഭിച്ചാലും പാപത്തിനുള്ള വിടുതൽ ലഭിക്കുന്നില്ലെങ്കിൽ അടിമയാണ് ഓർപ്പിക്കട്ടെ. ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്ന് അതെ ഇന്ത്യ മോചിക്കപ്പെട്ടുവെന്ന് അതെ നാം മനസ്സിലാക്കുന്നു. അത് ചരിത്രമാണ്. പക്ഷെ ഞാൻ ഓർപ്പിക്കട്ടെ, അതെ നമുക്ക് അതേ പ്രിയപ്പെട്ട രാഷ്ട്രീയ അതെ സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് യഥാർത്ഥമായ സ്വാതന്ത്ര്യമാകുന്നില്ല. മാത്രമല്ല, അജ്ഞതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കാൻ കഴിയും. നമുക്ക് പഠിക്കുമ്പോൾ അതെ പ്രിയപ്പെട്ടവരെ പഠനത്തിൽ കൂടെ, വിദ്യാഭ്യാസത്തിൽ കൂടെ അജ്ഞത മാറ്റിക്കളയാൻ കഴിയും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നീക്കുമ്പോൾ അതെ തീർച്ചയായിട്ടും നമുക്ക് അതെ ദാരിദ്ര്യത്തിൽ നിന്നുള്ളതായുള്ള അതെ സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് വരും. പക്ഷേ ഏതെല്ലാം സ്വാതന്ത്ര്യം വെച്ചാലും പാപത്തിൻ്റെ അടിമ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യോഹന്നാൻ 8:34 വായിക്കുമ്പോൾ പാപം ചെയ്യുന്നതെല്ലാം പാപത്തിൻ്റെ ദാസനാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക. പാപത്തിൻ്റെ ദാസൻ, ആ പാപത്തിൻ്റെ ദാസൻ അതെ വിടുതൽ പ്രാപിക്കണമെങ്കിൽ ആ 8:36 പറയുന്നു, പാപത്തിന്റെ ദാസനാണെന്ന് പറഞ്ഞിട്ട് അത് യോഹന്നാൻ 8:36 യേശു പറയാണ്, പുത്രൻ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യഥാർത്ഥ സ്വാതന്ത്ര്യം, സാക്ഷാൽ സ്വാതന്ത്ര്യം പാപത്തിനുള്ളത് വിടുതലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കൊണ്ട് അതേ കർത്താവിനെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ പാപത്തിൻ്റെതായുള്ള ചങ്ങല പൊട്ടിത്തെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം തരുന്നവനാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. ഈ അടുത്ത സമയത്ത് അതേ ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. പക്ഷേ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മദ്യപിച്ച് അതുപോലെ പുകവലിച്ച് ഒക്കെ അതെ അടിയും കുഴപ്പങ്ങളും ഒക്കെ കലഹമുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു. വലിയൊരു മാറ്റം വന്നു. അദ്ദേഹത്തിന് മദ്യപാനം വിട്ടുപോയി, അദ്ദേഹത്തിൻ്റെ പുകവലി മാറിപ്പോയി. അദ്ദേഹം മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നടന്ന ആ വ്യക്തി, കലഹമുണ്ടാക്കിയവൻ, അതെല്ലാം മാറി ഒരു വലിയ വ്യത്യാസത്തിൻ്റെ ഉടമയായി തീരുവാനുണ്ട്. എന്താ കാര്യം? പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് അതേ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യം തരുന്നത് യേശു കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ക്രിസ്തുവുമായുള്ള ഒരു സജീവ ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ ഉള്ളിൽ കടന്നു വന്ന് തൻ്റെ ആത്മാവിനാൽ അതേ കർത്താവ് നടത്തുന്ന പ്രക്രിയയാണ് അത് വീണ്ടും ജന്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം യേശു ക്രിസ്തുവിലാണ് ലഭിക്കുന്ന നാം ഓർക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അതെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അതേപ്പോൾ യേശു ക്രിസ്തുവിലാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളെല്ലാം. ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ അനുഗ്രഹമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതായുള്ള ഒരു സത്യമാണ്. അതുമാത്രമല്ല, ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ ഒരു ദൈവ പൈതലായി തീരുകയാണ്. പാപം ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ പറയുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, ദൈവം പറയുന്നതാണ്, സർവജ്ഞാനിയായ ദൈവം പറയുന്നു. അതെ, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന്. ആരാ പാപം ചെയ്യുന്നത്? യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു എന്ന് പറയുമ്പോൾ സകലരും പാപികളാണ്. ആ സകലരും പാപികളാണെങ്കിൽ ആ പാപികളെ അതേ പ്രിയപ്പെട്ടവരെ പാപത്തെക്കുറിച്ച് അനുഭവിച്ചേറ്റു പറഞ്ഞ് യേശു ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിശാചിൻ്റെ മകൻ ദൈവവചനായി തീരുക. അതാണ് യോഹന്നാൻ 1:12-13 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ
വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിനുള്ള ആ ജനനം, അതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവ പദം എന്നുള്ളതായുള്ള ആ അനുഗ്രഹീത ആ പദവിക്ക് യോഗ്യനായി തീരണമെങ്കിൽ പിശാചിൻ്റെ മകനെന്ന് പറയുന്ന പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും അവരുടെ പാപത്തെക്കുറിച്ച് അനുഭവിച്ച് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ദൈവം എന്നുള്ളതായുള്ള ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെ കൈക്കൊണ്ടേ മതിയാകൂ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ പ്രിയപ്പെട്ടവരെ അങ്ങനെ രക്ഷകനായി കൈക്കൊള്ളുമ്പോൾ, കർത്താവിൻ രക്ഷകനുമായി കൈക്കൊള്ളുമ്പോൾ അവനൊരു ദൈവപൈതലാണെന്ന് പറഞ്ഞാൽ അതിനെയാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. ഒന്നാം ജന്മം മാതാപിതാക്കൾ എന്നുള്ള ജന്മമാണ്. ആ ജന്മം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവത്തിൽ കടപ്പാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ട് നിക്കോദെമോസിനോട് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കാണാം. നമ്മൾ അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലായി തീരുമ്പോൾ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുക. അതുമാത്രമാണോ അനുഗ്രഹം? പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ അവകാശം മാത്രമല്ല. റോമാലേഖനം 8-ന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുക, മക്കളെങ്കിൽ അവകാശികളാണ്. ആരുടെ അവകാശിയ? ദൈവത്തിൻ്റെ അവകാശി. യേശുക്രിസ്തുവിനോട് സകലത്തിലും കൂട്ടവകാശിയായി തീരുക. ഒന്ന് ഓർത്തു നോക്കിയേ, യേശുക്രിസ്തുവിൻ്റെ അവകാശം എന്താണ്? കർത്താവിനുള്ള അവകാശം എന്താണെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ന്റെ 15-16 വാക്യങ്ങൾ, ആ വാക്യങ്ങളോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവന് മുഖാന്തരം അവനായിക്കെ ഉണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല എബ്രായർ 1-ന്റെ 2 പറയുന്നത് അവൻ സകലത്തിൻ്റെ അവകാശിയാണെന്നാണ്. അപ്പോൾ ഓർക്കണം, നീ യേശുവിനെ സഹോദരി കൈക്കൊള്ളുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നീ ഒരു സമ്പന്നനായി തീരുക. യേശുക്രിസ്തുവിനോട് കൂടെ സകലത്തിനും കൂട്ടവകാശം ലഭിക്കുകയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ക്രിസ്തുവിൻ കൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെ തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലോകത്തേക്കാൾ വിലപ്പെട്ടതായുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്താ ലോകത്തേക്കാൾ വിലപ്പെട്ടത്? ദൈവിക ജീവനാണ്. ദൈവം നിത്യനാണ്. ആ ദൈവത്തിൻ്റെ ജീവൻ നിത്യജീവനാണ്. ആ നിത്യജീവൻ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് യോഹന്നാൻ 3-ന്റെ 16 പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കോണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത് ഇംഗ്ലീഷിൻ്റെ പരിഭാഷ വരുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, ഗ്രീക്കിൻ്റെ പരിഭാഷയാണെങ്കിലും അത്രമാത്രം സ്നേഹിച്ചെന്ന് പറയാൻ കഴിയുക. തൻ്റെ സ്നേഹവർഷത്തിൽ ചാരിയിരുന്ന ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നാം അവനിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതാണ്. ആ നിത്യജീവൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഭൂലോകത്തേക്കാൾ വിലപ്പെട്ടതാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടേക്കാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന് ചോദിക്കുക. നാം ഓർക്കണം, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു. പാപിയായിട്ട് മനുഷ്യന് അവൻ്റെ ആത്മീക ജീവൻ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടവനാണ്. അതാണ് നമ്മൾ എഫേസ്യർ 2:1 കാണുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പാപിയായ മനുഷ്യന് ആത്മീക ജീവൻ നഷ്ടപ്പെട്ടവനാണ്, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടവനാണ്. ആ നഷ്ടപ്പെട്ട ജീവൻ നമ്മൾ ആ നിത്യജീവൻ പകരുന്നത് യേശുവാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമുക്ക് നിത്യജീവനെ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും
അതെ നിത്യജീവൻ ലഭിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ നോക്കുന്നത്. ദൈവത്തിന് ഉദാത്തമായ സ്നേഹമാണ് അതേ ഇതിൻ്റെ പിന്നിൽ കാണുന്ന. ഞാൻ ഓർപ്പിക്കട്ടെ, അർഹതയില്ലാത്ത നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ ഉദാത്തത നമുക്ക് കാണുവാൻ കഴിയുക. കാരണം എന്താ? അതെ നാം ദൈവത്തെ തള്ളിക്കളഞ്ഞു. അതെ ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളഞ്ഞ് പിശാചിൻ്റെ ആലോചന കേട്ടുകൊണ്ട് അവൻ്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് നാം പാപികളായി തീർന്നപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പാപികളാണ്, അഭക്തരാണ്, നാം ശത്രുക്കളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6, 8, 10 വാക്കുകൾ പറയുന്നുണ്ട്. നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, പ്രിയപ്പെട്ടവര്, നമ്മുടെ അയോഗ്യത, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണിക്ക് പോലും അർഹതയില്ലാത്ത നമ്മെ ദൈവം സ്നേഹിച്ചുവെന്ന് ആ വാക്യങ്ങൾ പറയുകയാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ബലഹീനരാരാ? ദൈവത്തെ ത്യജിച്ചവൻ ബലഹീനനാണ്. അത് മാത്രമല്ല അഭക്തനാണ്. ദൈവത്തോട് ഭക്തിയോ കൂറില്ലാതെ നാം പ്രവർത്തിച്ചു, അവനോട് ബഹുമാനമില്ലാതെ നാം പ്രവർത്തിച്ചു. മൂന്നാമതോടെ പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിൻ്റെ സ്നേഹം അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ ഉദാത്ത സ്നേഹം, ദ സുപ്രീം ലവ് ഓഫ് ഗോഡ് വാസ് റിവീൽഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. അതാണ് റോമർ 5-ന്റെ 8-ാം വാക്യം വ്യക്തം. അത് മാത്രമല്ല, നാം ശത്രുക്കളായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഒരർഹതയുമില്ലാത്തവരെ നമ്മൾ ദൈവത്തെ ത്യജിച്ചവരാണ്. മാത്രമല്ല ദൈവത്തോട് ഭക്തിയോ കൂറില്ലാത്തവരാണ്. അത് മാത്രമല്ല നാം ദൈവം വെറുക്കുന്ന പാപത്തെ വെറുത്തവരാണ്, സ്നേഹിച്ചവരാണ്, പാപം ചെയ്തവരാണ്. മാത്രമല്ല നാം ശത്രുക്കളായി. അത് ഞാൻ മുമ്പേ പറഞ്ഞ കൊലോസ്യർ 1:21 നമ്മൾ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാവുന്നവരും ശത്രുക്കളായി തരും. നാമാണ് അകന്നു പോയത്, അവനല്ല. അവൻ നമ്മെ സ്നേഹിക്കത്ര ചെയ്തത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ വീണ്ടും അവനോട് നിരപ്പിലേക്ക് കൊണ്ടുവരുവാൻ, അവൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ, നമുക്ക് നിത്യജീവൻ നൽകുവാൻ, നമ്മളെ മക്കളാക്കി തീർക്കുവാൻ, നമ്മളെ ദൈവമക്കൾ, ദൈവത്തിന് അവകാശികൾ, അവനോട് കൂട്ടവകാശികളാക്കി തീർക്കുവാൻ ദൈവം ഇത്രമാത്രം സ്നേഹം കാണിച്ചുവെന്ന് നാം കാണുമ്പോൾ നാം ഓർക്കണം. പ്രിയപ്പെട്ട ആ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നാം എത്ര സമ്പന്നരായിത്തീരുന്നുള്ളത് നാം. ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചാൽ എത്ര കാലം നമുക്ക് അനുഭവിപ്പാൻ കഴിയും? ഏതൊരു വ്യക്തിയും മരണം വരെ മാത്രമേ അനുഭവിപ്പാൻ കഴിയുള്ളൂ എന്നുള്ളത് നാം നല്ലതുപോലെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി ആ രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കി. ഇനി രാജ്യങ്ങളെ പിടിച്ചടക്കാൻ എനിക്കില്ലല്ലോ എന്ന് ദുഃഖിച്ച ഒരു മനുഷ്യൻ. പക്ഷേ ആ ചെറുപ്രായത്തിൽ തന്നെ ഈ ലോകം വിട്ടു പോകാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത പടയാളികൾ ചുറ്റും നിൽപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, സൈന്യാധിപന്മാർ നിൽപ്പുണ്ട്. അവരോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? എൻ്റെ ശവപ്പെട്ടിക്ക് 2 കിഴുത്ത് ഇടണം. എൻ്റെ 2 കരങ്ങളും പുറത്തേക്കിടണം എന്ന് പറഞ്ഞു. അയ്യോ, ഇതാരും പറയാത്ത കാര്യമാണല്ലോ, അതെന്താണ് ചക്രവർത്തി ഇങ്ങനെ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ച് പറഞ്ഞു, അലക്സാണ്ടർ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു. അലക്സാണ്ടറിൻ്റേതായുള്ള അവൻ്റെ ഭണ്ഡാരത്തിൽ അനേക കിരീടങ്ങൾ വന്നു. സ്വർണവും വെള്ളിയും എല്ലാം അവിടെ കുമിഞ്ഞുകൂടി. പക്ഷേ അലക്സാണ്ടർ പോകുമ്പോൾ ഒന്നും കൊണ്ടുവന്നിരുന്ന ലോകം കാണട്ടെ. ഇവിടെ നമുക്ക് അല്പകാലത്തേക്ക് മാത്രമുള്ള ഒരു ജീവിതമാണ്. എന്നാൽ നിത്യത എന്ന് പറഞ്ഞാൽ 12 കോടി വർഷം ഉണ്ടെങ്കിൽ അതിന് ആരംഭവും അവസാനമുണ്ട്. നിത്യതയ്ക്ക് അവസാനമില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ചങ്കിലെ ചോര ഊറ്റിത്തന്ന് ഒരു നിത്യത നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ ആ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാനുള്ള സമയമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആര് പാപത്തെക്കുറിച്ച് അനുഭവിച്ച് യേശുക്രിസ്തുവുമായുള്ള സജീവബന്ധത്തിലേക്ക് കടന്നു വരും, ആ യേശുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കും. അനുഗ്രഹങ്ങളുടെ ഉറവിടയിലേക്ക്, അനുഗ്രഹങ്ങളുടേതായുള്ള ആ കനവറയിലേക്ക് ആര് ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനാ ഭാഗ്യവാൻ. അല്ലാത്തവൻ ഭാഗ്യവാനല്ല, അവൻ ബുദ്ധിഹീനനാണെന്ന് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ
അവർ തീർച്ചയായിട്ടും ആരാണെന്നറിയാമോ? കാരണം 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഓർപ്പിക്കും. ഒന്ന്, യേശു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അത് മാത്രമല്ല, അവൻ നമുക്ക് ദൈവം തന്ന ജ്ഞാനമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. അത് മാത്രമല്ല, അവന് അതേ പ്രിയപ്പെട്ടവരെ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായി ഇരിക്കുന്നു. സർവജ്ഞാനിയാണ് അവനെന്ന് പറയുമ്പോൾ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ജ്ഞാനിയാണ്, അല്ലാത്തവൻ അജ്ഞാനിയാണ്. എന്താ കാരണം അജ്ഞാനി എന്ന് പറയാൻ കാരണം? അത് മറ്റൊന്നുമല്ല, ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. ആ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തുവിൽ മാത്രമാണ്. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യരുടെ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് അത് അപ്പോസ്തലർ 4:12 പറയുമ്പോൾ വേറെ ആരിൽ കൂടെയും രക്ഷ അത് ലഭ്യമല്ല. ആ കർത്താവിന് ജീവിതം സമർപ്പിക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് നിത്യമായി എരിയുന്ന ഒരു തീയുണ്ട്, ഒരു നരകമുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 2 ഇറ്റേണൽ പ്ലേസസ് ആണ് അത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മളെ രക്ഷിക്കാൻ വന്ന യേശു ക്രിസ്തു ആ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിൽ അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് 18-ന്റെ 8-9 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ ഓർപ്പിട്ടെ. നിത്യാഗ്നി, അഗ്നി, നരകം, ഈ 2 പദങ്ങളാണ് അതേ പറഞ്ഞിരിക്കുന്നത്. നിത്യാഗ്നി, അഗ്നി, നരകം എന്ന് പറഞ്ഞിരിക്കുക. അത് തന്നെ നമ്മൾ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അതെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിത്യമായി കത്തുന്ന ആ തീയിലേക്ക് ആരും പോകരുത്, നിത്യാഗ്നിയിലേക്ക് ആരും പോകാൻ പാടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാം. നിത്യാഗ്നി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് 48-ാം വാക്യത്തിൽ അവിടെ അവരുടെ പുഴു അതെ ചാകുന്നില്ല, തീ കെടുന്നില്ല. ഏത് തീയിലാണ്, ഞാൻ ചോദിക്കട്ടെ, ഏത് തീയിലാണ് പുഴു ചാകാത്തത്? എന്നാൽ അവിടെ പറയുന്നത് അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. സ്വർഗം അത്ഭുതമെങ്കിൽ ഞാൻ ഓർപ്പിക്കുന്ന നരകവും അത്ഭുതമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കണം, ആ നിത്യാഗ്നിയിലേക്ക് പോകും. നിത്യമായൊരു ശിക്ഷ ഉണ്ടെന്നുള്ളത് നാം മറക്കരുത്. അതാണ് 2 തെസ്സലോനിക്കർ 1:10 സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധാനവും അവന്റെ ബലഭത്വത്തോടുള്ള മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അത് തന്നെയാണ് വെളിപാട് 21:8 ഞാൻ ഓർപ്പിക്കട്ടെ. വെളിപാട് 21:8 പറയുന്നത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ എത്ര പ്രസംഗം കേട്ടാലും യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നടന്നാൽ ദൈവം നിന്നെ ഡിസോൺ ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താ കാര്യം? യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവന് ദൈവമില്ല, അവന് പ്രത്യാശയുമില്ലെന്ന് വളരെ വ്യക്തമായിട്ട് എഫേസ്യർ 2:12 പറഞ്ഞിരിക്കുക. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് വചനം പറയുകയാണ്, യേശു ക്രിസ്തുവില്ലെങ്കിൽ നിനക്ക് ദൈവമില്ല എന്ന്. മാത്രമല്ല 1 യോഹന്നാൻ 2:23 കൂടെ ഞാൻ ഓർപ്പിക്കാം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. ഒരു ആത്മീക ഓർഫണായിട്ട്, അതെ ഒരു ആത്മീക പിതാവില്ലാത്തവനായിട്ട് നീ ജീവിപ്പാനല്ല. സ്വർഗസ്ഥനായ പിതാവ്, അതെ നിത്യനായ പിതാവ്, സർവശക്തനായ പിതാവ്, അതെ അവൻ സർവജ്ഞാനിയായ പിതാവ്, സകലത്തിനും മതിയായ പിതാവ് നിൻ്റേതായി മാറുന്നത് യേശുവിനെ കൈക്കൊള്ളുമ്പോഴാണ്. അതുകൊണ്ട് ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ശൂദ്രക്കാർ, ബിംബാടവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കും ഓഹരി ഗന്ധവും തീയും കത്തുന്ന പൊയ്യാണ് എന്ന് അതെ വെളിപാട് 21:8 പറഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മൾ ഓർക്കണം, അതെ പ്രിയപ്പെട്ടവരെ, അതെ ജ്ഞാനിയാരാണ്, അജ്ഞാനിയാരാണ്? അതെ അജ്ഞാനികളായിട്ട് ജീവിക്കാതെ ജ്ഞാനികളായി ജീവിപ്പാൻ നോക്കുവിൻ. ജ്ഞാനിയാൽ നടക്കുമെന്ന് പറഞ്ഞാൽ നോക്കുവിൻ. ഇത് എഫേസ്യർ 5:15 പറയാണ്, ആകയാൽ നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി നടപ്പാൻ നോക്കുവിനെന്ന് പറഞ്ഞിരിക്കുക. അതെ ബി വൈസ്, അതെ പ്രിയപ്പെട്ടവരെ ബുദ്ധിയുള്ളവരായി തീരണം. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് ആഘോഷങ്ങളോ അതേ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ വാണിജ്യവൽക്കരണമോ ഇതൊക്കെ അല്ല, അതെ പുറമേ ഉള്ളതായുള്ള ആഘോഷങ്ങളല്ല. ആന്തരികമായിട്ട് യേശു വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കൊണ്ട് കർത്താവിനെ കൈക്കൊള്ളുന്നവൻ, അതെ അവൻ
ജ്ഞാനിയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. യേശുവിനെ കൈക്കൊണ്ട് ജ്ഞാനിയായി തീരുമെങ്കിൽ ജീവിതം എത്ര അനുഗ്രഹമാണെന്ന് ഓർക്കണം. എല്ലാ നാമത്തേനും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരു മുൻപിൽ വലഭത്വമുള്ള നാമോ. ഓ ശ്രീയേശു നാമം അതിശയ നാമം, ഏഴയന് കിംബനാമോ. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാണിത്തന്ന പാവനമാം പുണ്യനാമ. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം, അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതൻ്റെ വന്യനാമോ. ഓ ശ്രീയേശു നാമം അതിശയ നാമം, ഏഴയനിക്കിംബനാമം. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.